ബാലോറിന ഫ്രം ദ വേൾഡ് ഓഫ് ജോൺ വിക്ക്. ലെയ്ൻ വൈസ്മാൻ സംവിധാനം ചെയ്ത് ആന ഡു ആംസ് കേന്ദ്ര കഥാപാത്രമായിട്ട് വന്ന ഈ ഹോളിവുഡ് ആക്ഷൻ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ജോൺ വിക്ക് യൂണിവേഴ്സിൽ നിന്ന് വരുന്ന മറ്റൊരു കിടിലൻ ആക്ഷൻ പടമാണ് ബാലോറിന. ജോൺ വിക്കിന്റെ കളറിയിൽ തന്നെ വളർന്ന ഒരു പെൺകുട്ടി അവളുടെ അച്ഛനെ കൊന്ന ആൾക്കാരോട് പ്രതികാരം ചെയ്യുന്നതാണ് ഈ പടത്തിന്റെ പ്ലോട്ട് എന്ന് പറയാം. ഒട്ടും മുഷിപ്പിക്കാത്ത വളരെ എൻഗേജിംഗ് ആയിട്ട് പോകുന്ന ഒരു പടം, അതും നല്ല നൈസ് ആയിട്ടുള്ള ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമ്പന്നമായത്. അതാണ് ബാലോറിന. ജോൺ വിക്ക് യൂണിവേഴ്സിൽ നിന്ന് വരുന്ന ഒരു സ്റ്റാൻഡ് അലോൺ പടം ആയതുകൊണ്ട് തന്നെ ജോൺ വിക്കിനെ കുറിച്ചെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആദ്യത്തെ ജോൺ വിക്ക് പടമെങ്കിലും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഈ പടം ആക്ച്വലി ജോൺ വിക്ക് 3-നും 4-നും ഇടയ്ക്കാണ് ഈ സിനിമയിലെ സംഭവങ്ങൾ അരങ്ങേറുന്നത്. ജോൺ വിക്ക് കണ്ണന്റെ പടങ്ങളിൽ നിന്ന് കിട്ടുന്നതെല്ലാം ഇതിലും കിട്ടും. നല്ല ഫൈറ്റ്, അത്യാവശ്യം നല്ലൊരു സ്റ്റോറി ലൈൻ, ഒപ്പം ചെറിയ ചില ഹ്യൂമർ എലമെന്റ്സും പടത്തിലുണ്ട്. അതും കൊള്ളാമായിരുന്നു. ഫൈറ്റില് ഒരു ഗൺ ഷോട്ട് വിത്ത് തീ ഉള്ള ഒരു സംഭവം ഉണ്ട്, അത് സൂപ്പർ ആയിരുന്നു. ആന ഡു ആംസ് ആണ് ഇതിലെ നായികയായിട്ട് വരുന്നത്. കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ആദ്യം പടത്തിന്റെ തുടക്കത്തിലെ പുള്ളിക്കാരുടെ ഫൈറ്റ് അത്ര പോരാ എന്ന് തോന്നിയെങ്കിലും പക്ഷെ പിന്നെ പയ്യെ കിടിലനായിട്ട് മാറുകയായിരുന്നു. സത്യത്തിൽ ഈ ബാലോറിന ഡാൻസ് അല്ലെങ്കിൽ ഈ നൃത്തരൂപത്തിന് തുടക്കത്തിൽ പുള്ളിക്കാർക്ക് ഈ ഡാൻസിനോടുള്ള താല്പര്യമുണ്ട്, ട്രെയിനിങ് ഒക്കെ കാണിക്കുന്നുണ്ട്, എൻഡിലും കാണിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ പടത്തിന് ഈ ടൈറ്റിൽ ഇടാൻ അതിന് മാത്രം പ്രാധാന്യമൊന്നും ബാലോറിനയ്ക്കില്ല എന്ന് തോന്നി. ഐ മീൻ ദ ഡാൻസ്. കിയാനു റീവ്സിന്റെ ക്യാമിയോ അപ്പിയറൻസ് തന്നെയാണ് ഈ പടത്തിന്റെ ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം. എല്ലാവരും പുള്ളിയെ കാണാൻ വേണ്ടി, സ്ക്രീനിൽ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. സ്ക്രീനിൽ കക്ഷി വന്നതും തിയേറ്റർ ആകെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവരും പുള്ളിയെ കാണാൻ വേണ്ടി വന്നതാണെന്ന്. വന്ന പോർഷൻസ് ഒക്കെ നൈസ് ആയിരുന്നു. മറ്റ് ക്യാരക്ടേഴ്സ് ആൻഡ് ആക്ടേഴ്സ് അവരുടെ പെർഫോമൻസ് എല്ലാം കൊള്ളാം. എനിക്ക് ജോൺ വിക്കിനെ പോലെ തന്നെ സന്തോഷമാണ് കോണ്ടിനെന്റൽ ഹോട്ടൽ ഉണ്ടല്ലോ, അത് പിന്നെയും ഇങ്ങനെ വലിയ സ്ക്രീനിൽ കാണുമ്പോഴും. ക്യാമറ, എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കിടുവാണ്. പിന്നെ പടത്തിന്റെ കളർ ടോൺ എല്ലാം നൈസ് ആയിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ആക്ഷൻ സീക്വൻസ് തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ തീ സംഭവം പൊളിയായിരുന്നു. അങ്ങനെ ടെക്നിക്കലി നോക്കുമ്പോൾ പടം ഗംഭീരമാണ്. മറ്റ് ജോൺ വിക്ക് പടങ്ങൾ എടുത്തു നോക്കുമ്പോൾ അത്രയും നല്ലൊരു സ്റ്റോറി ലൈനോ സ്ക്രിപ്റ്റോ ഈ പടത്തിൽ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഒട്ടും നിരാശപ്പെടുത്തുകയുമില്ല. ലെങ്ത് കുറവായതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ലാഗോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ കോട്ടയം അഭിലാഷ് തിയേറ്ററിലാണ് പടം കണ്ടത്. അവിടെ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഇല്ലായിരുന്നു. എനിക്കതാ മനസ്സിലാവാത്തത്. മിക്ക തിയേറ്ററുകളിലും ഇംഗ്ലീഷ് പടം വരുമ്പോൾ സബ് ടൈറ്റിൽ കാണിക്കില്ല. ബട്ട് വൈ മാൻ? മിക്ക മലയാളികളും ഇംഗ്ലണ്ടിൽ പഠിച്ചവരോ IELTS എഴുതിയവരോ ഒന്നും ആയിരിക്കുകയില്ല. ഞങ്ങൾക്ക് സബ് ടൈറ്റിൽ വേണം മാൻ. അല്ലെങ്കിൽ തന്നെ OTT പടങ്ങൾ കണ്ട് ഇപ്പോൾ സബ് ടൈറ്റിൽ ഇല്ലാതെ മലയാളം പടം പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയായി പോയിട്ടുണ്ട്. അപ്പോഴാണ് തിയേറ്ററിൽ ഇല്ലാത്ത. ഫിലിം ഫെസ്റ്റിവലിൽ പോയാലും ഇതാണ് അവസ്ഥ. ഇംഗ്ലീഷ് പടത്തിന് മാത്രമേ ഒരു സബ് ടൈറ്റിൽ കാണിക്കുകയില്ല. ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ. ആകമൊത്തം ടോട്ടലിൽ ഒരു നല്ല നീറ്റ് വാച്ച് ആക്ഷൻ പടമാണിത്. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നെ ഇതുവരെ ജോൺ വിക്ക് പടങ്ങളൊന്നും തന്നെ അങ്ങനെ നിരാശപ്പെടുത്തിയിട്ടില്ല ഈ സിനിമ വരെ. ഞാൻ കോണ്ടിനെന്റൽ എന്ന് പറഞ്ഞ സീരീസ് കണ്ടിട്ടില്ല കേട്ടോ. ബാക്കി 4 ജോൺ വിക്ക് പടങ്ങളെ കണ്ടിട്ടുള്ളൂ. ഇത് ജോൺ വിക്ക് 4ന്റെ മേലെ നിൽക്കുന്ന പടമായിട്ടൊന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. എങ്കിലും നല്ല സിനിമ തന്നെയാണ്. ആക്ഷൻ പ്രേമികൾക്ക് വേണ്ടി ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. നല്ല സൗണ്ട് ആൻഡ് പിക്ചർ ക്വാളിറ്റി ഉള്ള ഒരു തിയേറ്ററിൽ നിന്ന് തന്നെ വാച്ച് ചെയ്യേണ്ട ഒരു പടമാണ്. ചില ബ്രൂട്ടൽ ആക്ഷൻ രംഗങ്ങളുള്ള കൊണ്ട് 18+ ആണ് പടം. 2 മണിക്കൂർ 5 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. സ്പോയിലറാണ്, കട്ട സ്പോയിലറാണ്. ഈ ബാലോറിന നമ്മുടെ നായിക ഉണ്ടല്ലോ, ഈവ്, പുള്ളിക്കാരുടെ അച്ഛനെ കൊന്നവരെ തപ്പിപ്പോയിട്ട് ഒത്തിരി പിള്ളേരുടെ അച്ഛനെയും അമ്മയും പുള്ളിക്കാർ തന്നെ അങ്ങ് കൊന്നു. അത്രേ ഉള്ളൂ. അപ്പൊ ശരി.